ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഓഫീസിലും കുട്ടിക്ക് ടിഫിനിലെല്ലാം കൊടുത്തുവിടാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബസ്മതി റൈസ് ഇതേപോലെ വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെക്കുക. അപ്പോൾ വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സോസ് പാനിൽ ആവശ്യത്തിന് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും റേസൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ കോരി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെയാണ് ഞാൻ ഒരു സവാള നല്ലപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നല്ലപോലെ ഒന്ന് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അരച്ചതാണ്. അത് അരച്ചതെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തത്, നല്ല പേസ്റ്റ് ആക്കിയതല്ല. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് തക്കാളി. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം തക്കാളി നല്ല പഴുത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ടൊമാറ്റോ റൈസ് നല്ല ടേസ്റ്റും നല്ല കളറും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞളുടെ പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചതച്ച് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് വഴച്ചതിന് ശേഷം നമുക്ക് തക്കാളി വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തക്കാളി ഇതിൽ നല്ലോണം കടന്നിട്ട് നല്ലോണം ഉടയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇത് ഒരു പകുതി വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്നും കൂടി ഇത് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ലപോലെ ഉടച്ച് നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൊടിഞ്ഞു പോവാണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മല്ലിയിലയിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി കളർഫുൾ ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ റൈസ്. ഇവിടെ രാവിലെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. തലേ ദിവസം നമ്മൾ ഈ റൈസ് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ രാവിലെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.